മണി മണി 6 മിസ് കോള്. നീ എന്ത് വിളിച്ചത്? അതെ, ചപ്പാത്തിന്റെ കൂടെ പരിപ്പുകറി വേണോ മുട്ടക്കറി വേണോ എന്ന് ചോദിക്കാണ്ട് വിളിച്ചത്. അതിനെ ഫോൺ ചെയ്തു. എന്ത് ഫോൺ എടുക്കാത്തെ? എടി നിനക്കൊന്ന് ഉറക്കെ വിളിച്ചു വെച്ചാ ഞാൻ അവിടെ ഇരിക്കല്ലേ, അല്ലെങ്കിൽ നിനക്ക് ആ റൂം വരെ വന്നൂടെ? ഈ ഒരു ചെറിയ കാര്യം ചോദിക്കാൻ വേണ്ടി ഞാൻ അവിടെ വരെ നടന്ന് എന്റെ എനർജി വേസ്റ്റ് ചെയ്യണം. ഇത്രയും പണി നടക്കുന്നു, അതൊക്കെ ചെയ്തു തീർത്തൂടെ ആ സമയം കൊണ്ട്? അതിനെ വിളിച്ചു ആ, എന്തോ വേണം? എന്തോന്ന് പണി ഇത്? ഫോണിൽ കൂടെ യൂസ് ചെയ്ത് ചോദിച്ചാ പോരെ? ഇനി മുതൽ ഫോണിന്റെ എല്ലാ സാധ്യതകളെയും ഞാൻ ഉപയോഗപ്പെടുത്തുന്നതായിരിക്കും. ഞാൻ ഫോൺ വിളിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യും. ഇനി മുതൽ എന്റെ ലക്ഷ്യം തന്നെ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ റിസർച്ച് നടത്തുക എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ ഫോൺ ഉപയോഗിക്കാം നിത്യജീവിതത്തിൽ. എനിക്കൊരു ഹെഡ്ഫോൺസ് വാങ്ങിച്ചു തരുമോ? ആ, മറ്റേ ബ്ലൂടൂത്ത് ഇങ്ങനെ മറ്റേ ചെവിയിൽ കുത്തി വെക്കുന്ന സാധനം. പിന്നെ ഒരു സാധനം കൂടെ എനിക്ക് വേണം. ഈ ഇവിടെ കൂടെ കഴുത്തിൽ കൂടെ ഇങ്ങനെ തൂക്കിയിട്ട് ഈ സാധനം ഇങ്ങനെ കാണാൻ പറ്റുന്ന സാധനം. അപ്പൊ കൈ പിടിക്കണ്ട, അതിങ്ങനെ തൂക്കിയിട്ട് കിടക്കല്ലോ, അപ്പൊ എനിക്ക് കാണാനൊക്കെ പറ്റും. തരുമോ? മണി, അമ്മ എവിടെ? അമ്മ എവിടെ? എന്താ കാര്യം? ജോലി ചെയ്യാൻ സമ്മതിക്കില്ല ഓഫീസിൽ തീരെ മര്യാദക്ക്. ആര്? പെങ്ങള്. അശ്വ, അളിയന്റെ പെങ്ങളോ? എന്റെ പെങ്ങളല്ല, അളിയന്റെ പെങ്ങള്. എന്റെ പെങ്ങളോ? മണിക്കുട്ടിയോ? ഓ, 5 മിനിറ്റ് ഇടവിട്ട് ഫോൺ ചെയ്തോണ്ടിരിക്കുക. അതെ, അച്ഛൻ എത്ര പ്രാവശ്യം വിളിച്ചു? ഒരു 10-35 പ്രാവശ്യം വിളിച്ചിരുന്നു. ഓഹോ, എന്നെ 10-50 പ്രാവശ്യം വിളിച്ചു. 50 മിസ്ഡ് കോൾ ഉണ്ടായിരുന്നു ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തോണ്ടപ്പോ. എന്നെയും വിളിച്ചല്ലേ? തൊട്ടടുത്ത് നിന്ന് എന്നെയും വിളിച്ചായിരുന്നു 10-20 പ്രാവശ്യം. ഇത് 15 പ്രാവശ്യം എന്നെ. എന്തിന് എന്തിന്? ഇതെന്താ ആവശ്യം? ഇത് ഓഫീസിലുള്ള എല്ലാരും കേട്ടിരുന്ന് ചിരിക്കുന്നു. സുമലതയും ചിരിച്ചു. സുമലതയും രാംകുമാർ സാറും എല്ലാം. സുമലത ചിരിച്ചെന്ന് എല്ലാരും ചിരിച്ചു. രവിയേട്ട എപ്പ എത്തി? ഞാൻ എത്തി. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചിട്ട് സ്വിച്ച് ഓഫ്. ഞാൻ വാട്സാപ്പിൽ വിളിക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു. അതെ, ഈ ഫോൺ എന്ന് പറയുമ്പോഴേ ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ്. അതിനെ കുറെ നേരമൊക്കെ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാറ്ററി വീക്ക് ആവും. മനസ്സിലായ? അതെ. ഇത് എത്ര വിളിക്കണം നീ? എന്തിനു വെറുതെ ഫോൺ ഉപയോഗിച്ച് ചാർജ് കളയണത്? ഉപയോഗിക്കാതിരുന്നാ പോരെ? അതെ, ഞാൻ ഉപയോഗിച്ചല്ല, ഇവള് വിളിച്ചുകൊണ്ടിരുന്നത്. അത് ശരിയായ കാര്യമല്ല പെങ്ങളെ. രവിയേട്ടൻ രാവിലെ ഓഫീസിൽ പോവും, ഇവള് പഠിക്കാൻ പോവും, ഇവള് ജിമ്മിലൊക്കെ പോവും. എന്റെ ജോലിയും കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും കേട്ടോ. എനിക്ക് നിങ്ങളൊക്കെ കട്ട മിസ്സിംഗ് ആണ്. ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിരുന്ന് ബോറടിക്കും. അപ്പൊ നിങ്ങളൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്കൊരു ആഗ്രഹം വരുമല്ലോ. അപ്പൊ ഇപ്പൊ ഫോൺ വിളിക്കുമ്പോ നിങ്ങളൊക്കെ എന്റെ കൂടെ ഉള്ള പോലത്തെ ഒരു ഫീലാണ് എനിക്ക്. അതുണ്ടാവും അല്ലേ? മണി, വിളിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല. നീ വിളിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ്. പക്ഷെ ഇതിങ്ങനെ തുരുതുരാന്ന് വിളിച്ചോണ്ടിരുന്ന. അതെ അതെ, തുരുവിരാന്ന് വിളിച്ചോണ്ടിരുന്ന അവസരം ഓഫ് ചെയ്ത് വെക്കേണ്ടി വന്നു. എനിക്ക് ഓഫ് ചെയ്ത് വെക്കേണ്ടി വന്നളിയന്. ഞങ്ങൾക്ക് അറിയാം അമ്മയ്ക്ക് ഞങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ ഗ്യാപ്പൊക്കെ കൊടുക്കണ്ടേ അമ്മ? ഞാനൊരു കാര്യം പറയട്ടാ, എപ്പോഴും ഫോൺ വിളിച്ചോണ്ടിരിക്കാനൊക്കെ നിങ്ങളെ പോലെ ഫോൺ യൂസ് ചെയ്യാനൊക്കെ എനിക്കും അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഫോണിലേക്ക് എപ്പോഴും ശ്രദ്ധ പോയി കഴിഞ്ഞാൽ നമ്മള് പിന്നെ അതിലേക്ക് അഡിക്റ്റഡ് ആയിപ്പോ. വീട്ടിലെ പണി നടക്കത്തില്ല, എല്ലാ പണിയും മറന്ന അവസാനം ഞാൻ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതൊന്നും വേണ്ട, അഡിക്ഷൻ ഒന്നും വേണ്ട. പുതിയ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. നമ്മുടെ ഒരു റൂട്ടീനൊക്കെ അങ്ങനെ ഇരിക്കട്ടെ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ഫോൺ ഉപയോഗിക്കാതിരിക്കുന്നത്. പിന്നെ വേറെ അതിലും വലിയൊരു കാര്യമുണ്ട്. ഞാനിങ്ങനെ നിങ്ങളെ വിളിച്ചോണ്ടിരുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളുടേതായ ഓരോ ജോലിയിലായിരിക്കൂലേ. ഇത് ഇങ്ങനെ വിളിക്കുവോ ആരെങ്കിലും? അപ്പൊ ഞാൻ എങ്ങനെ വിളിക്കണം? എന്നൊരു ടൈം ടേബിൾ ഒക്കെ വെക്കണം. ഇനി പെങ്ങളെ കഴിഞ്ഞൊക്കെ കഴിഞ്ഞ ഇനി പോലെ നീ ഫോണ് വല്ലതും കൊണ്ടൊന്നും വെച്ചേക്കരുത് കേട്ടോ. അത് ജോലിക്ക് പോകുന്നവരൊക്കെ വല്ലപ്പോഴും വിളിക്കുമ്പം കിട്ടിയില്ലേല്, വീട്ടിലിരിക്കുന്നവരെ കിട്ടിയില്ലേല് അവർക്ക് ടെൻഷൻ ആയിരിക്കും. അതാണ്. അതുപോലെ തന്നെ വീട്ടിൽ ഇരിക്കുന്നവര് ജോലിക്ക് പോകുന്നവരെ വിളിക്കുമ്പോ കിട്ടിയില്ലെങ്കിലും അതൊരു ടെൻഷൻ ആയിരിക്കും. അങ്ങോട്ട് തിരിച്ചും വിളിക്കണം. ഞാൻ വിളിക്കാറുണ്ടല്ലോ. ഓ പിന്നെ എന്റെ മാമ ഫോൺ കണ്ടുപിടിച്ചില്ലായിരുന്നു നമ്മളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? അതൊന്നും കാര്യമില്ലടി. അതിപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ മിസ് ചെയ്തേനെ. അല്ല മാമ, മാമ എപ്പോഴാ ഫോൺ എടുത്തേ? അത് ഈ അടുത്ത കാലത്തല്ലയോ? അതിനു മുമ്പ് ഞാൻ അങ്ങനെ ഫോൺ ഉപയോഗിക്കത്തില്ലായിരുന്നു. ഉപയോഗിച്ചു വന്നപ്പോ ചിലരെയൊക്കെ വിളിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. എന്നെ വിളിക്കാറേ ഇല്ലല്ലോ. അല്ല, വേറെ ചിലരെയൊക്കെ വിളിക്കാനേ ഒരു പ്രത്യേക സുഖമാണ്. ശ്രീകു മാറില്ല. ശ്രീകു അതാര്? ശ്രീകു ഇത് എന്റെ ഫ്രണ്ടിലെ മാമ. അന്ന് നമ്മൾ ഒരുമിച്ച് ഫോട്ടോ ഇട്ടപ്പം അവള് ചോദിച്ചു ഇത് ആരാണ്, അടിപിടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മാമന്റെ. അപ്പൊ അങ്ങനത്തെ ഒരു കൊച്ച്. അപ്പൊ ഞാൻ നമ്പർ കൊടുത്ത് അങ്ങനെ വിളിച്ചു. മതി അതെ.
ഞാൻ നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കണ്ണി കണ്ട പെൺപിള്ളേർക്ക് എന്റെ ഫോൺ നമ്പർ കൊടുക്കരുത്. എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. സോറി മാമ സോറി. എന്തോന്ന് പിങ്കി, നിനക്ക് അറിഞ്ഞൂടെ മണിക്കൂട്ടൻ ചേട്ടന് വേറെ പെൺകുട്ടികളോട് സംസാരിക്കുന്നൊന്നും ഇഷ്ടമല്ലെന്ന്? അല്ലേട്ടാ? ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.